നമസ്കാരം. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതിലെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ജൂലിയൻ ബ്രേ എന്ന വ്യോമയാന വിദഗ്ധൻ രംഗത്ത്. കൃത്യമായ കാരണം എന്താണ് എന്ന വിശദമായ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. എന്നാൽ അപകടത്തിന്റെ ചില പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജൂലിയൻ ബ്രേ കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളെക്കുറിച്ച് ഉപദേശം നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. കൂടാതെ അദ്ദേഹം ബ്രിട്ടീഷ് എയർവേസിന്റെയും അലിറ്റാലിയയുടെയും മുൻ കൺസൾട്ടന്റ് കൂടിയാണ്. ബ്രേ പറയുന്നത് ബോയിങ് ഡ്രീം ലൈനർ വിമാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് എന്നാണ്. ഇതിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളുള്ള വിമാനം കൂടിയാണിത്. ഇതിൽ ഒന്നിലധികം ബാക്കപ്പ് സംവിധാനങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ബ്രേ പറയുന്നത് ഇത് മെക്കാനിക്കൽ പരാജയമാണോ എന്ന് സംശയമുണ്ട് എന്നാണ്. ആദ്യമായി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നത് ഇത് പൈലറ്റിന്റെ പിഴവാണോ എന്നതാണ്. പലപ്പോഴും പറന്നുയരുമ്പോൾ കൂടുതൽ ലിഫ്റ്റ് ലഭിക്കുന്നതിനായി പൈലറ്റുമാർ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ താഴ്ത്തും. എന്നാൽ ഇന്നലത്തെ അപകടത്തിന്റെ ദൃശ്യങ്ങൾ എയർ ഇന്ത്യ വിമാനത്തിന്റെ ഫ്ലാപ്പുകൾ അപ്പോഴും ചിറകുകളുമായി നിരപ്പായ നിലയിൽ തന്നെയുണ്ട് എന്ന് കാണിക്കുന്നു. ഫ്ലാപ്പുകൾ വിന്യസിച്ചില്ല എങ്കിൽ വിമാനത്തിന് വേണ്ടത്ര വേഗത്തിൽ ഉയരാൻ കഴിയുമായിരുന്നില്ല. ചിലപ്പോൾ പൈലറ്റുമാർ അവ വിന്യസിക്കാൻ മറന്നുപോയതായിരിക്കാമെന്നും ഇത് ദുരന്തത്തിലേക്ക് നയിച്ചേക്കാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഫ്ലാപ്പുകൾ അനങ്ങാതിരിക്കുന്നത് വിചിത്രമാണെന്നാണ് ബ്രേ പറയുന്നത്. പറക്കുന്നതിന് മുൻപുള്ള പരിശോധനകളുടെ ഭാഗമായി ഇക്കാര്യം പരീക്ഷിക്കുന്നതാണ് പതിവ്. പൈലറ്റുമാർ ഈ അവസരത്തിൽ വിമാനത്തിന് ചുറ്റും നടന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും. ടേക്ക് ഓഫിന്റെ ഓരോ ഘട്ടത്തിലും ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ നടപടിക്രമത്തിന്റെ ഭാഗം കൂടിയാണ്. വിമാനം തകർന്നു വീണപ്പോഴും അതിന്റെ ചക്രങ്ങൾ താഴ്ത്തി വെച്ചിരുന്നു എന്ന കാര്യവും ബ്രേ ചൂണ്ടിക്കാട്ടുന്നു. വിമാനത്തിലെ എന്തെങ്കിലും ഒരു ഭാഗം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ക്യാപ്റ്റന് വിമാനം നിലത്തിറക്കാൻ ഉത്തരവിടാം. വിമാനം ഉയർത്താൻ കഴിയുന്നില്ല എന്ന പൈലറ്റിന്റെ സന്ദേശം അദ്ദേഹം എടുത്തു കാട്ടുന്നു. വിമാനത്തിൽ വലിയ സാങ്കേതിക തകരാറുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ പവർ നഷ്ടമാകൂ. വിമാനത്തിൽ പക്ഷി ഇടിച്ചതായും തോന്നുന്നില്ല എന്നും ബ്രേ പറയുന്നു. വിമാനത്തിൽ അതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല. വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ പക്ഷി ഇടിച്ചാലും രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം നിലത്തിറക്കാമായിരുന്നു. പൈലറ്റ് വിമാനാപകടത്തിലൂടെ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്ന സാധ്യതയും ബ്രേ തള്ളിക്കളയുന്നില്ല. ഇവിടെ ബോംബ് ആക്രമണത്തിന്റെ സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നു.